എല്ലാ കൂട്ടുകാർക്കും ആരുതി ക്രിയേഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ്. ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം മോഡലിലൊരു ബോട്ടിൽ ആർട്ട്. അപ്പോൾ ഞങ്ങളുടെ മോള് അരുന്ധതിയുടെ കുക്കുവിൻ്റെ 10ാമത്തെ ബർത്ത്ഡേ ആണ്, ഒക്ടോബർ 28 ആയിട്ടുള്ള ഇന്ന്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ ആർട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ബോട്ടിലാണ്. മാംഗോ ജ്യൂസിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. നമ്മളതിന് ടിഷ്യൂ കൊണ്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാൻ പോകണം. സ്റ്റിക്കറൊന്നും ഞാൻ റിമൂവ് ചെയ്യുന്നില്ല. അതിൻ്റെ മേലെ വൈറ്റ് ഗ്ലൂവും വാട്ടറും കൂടിയിട്ടുള്ള മിക്സ് അപ്ലൈ ചെയ്തിട്ട് ടിഷ്യൂ ഇതുപോലെ ഒരു 5-6 ലെയർ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ലെയർ ഒട്ടിച്ചു കൊടുത്താലും മതി. എന്നാലും കൂടുതലൊരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ഞാനൊരു 6 ലെയർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു ദിവസം മുഴുവൻ എടുത്തിട്ടാണ് കേട്ടോ ഡ്രൈ ആക്കുന്നത്. ഇനി നമുക്കിതിൽ ബാക്കി വർക്കുകളൊക്കെ ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ പർപ്പിൾ കളറാണ് ഇതിന് കൊടുക്കുന്നത്. മോൾക്ക് ഇഷ്ടമുള്ള കളറ് പർപ്പിളും പിങ്കും ആണ്. അപ്പോൾ നമ്മൾ പർപ്പിൾ കളറ് മൊത്തം ബോട്ടിലിന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ മുഴുവൻ പെയിൻറ്റ് ചെയ്യാൻ നിന്നില്ല. കാരണം പിന്നെ എനിക്ക് തോന്നി ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന്. കാരണം ആ ഭാഗത്ത് നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷം പെയിൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ പ്രിൻ്റ് എടുത്താണ്, ഒരു സ്റ്റിക്കർ പേപ്പറിലാണ് പ്രിൻ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിക്കർ പോലെ റിമൂവ് ചെയ്ത് അവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ പെയിൻറ്റിങ് കണ്ടിന്യൂ ചെയ്യാം. പർപ്പിൾ കളർ പെയിൻറ്റ് കൊണ്ട് ബോട്ടിൽ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ബോട്ടിൽ ഫുള്ളായിട്ട് പർപ്പിൾ കളർ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം. ഇനിയുള്ള പണികളൊക്കെ നമ്മൾ ക്ലേ വെച്ചിട്ടാണ്. അപ്പോൾ എയർ ഡ്രൈ ക്ലേ ആണിത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളത്, ഞാനിപ്പോൾ വള്ളികൾ, അതുപോലെ ലീവ്സ്, ഫ്ലവേഴ്സൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് വള്ളികൾ ഉണ്ടാക്കി വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വള്ളികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ പല രീതിയിൽ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ബെറ്ററായിട്ട് തോന്നുന്നത് അതിൽ ഫിക്സ് ആവുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഭംഗിയായില്ലെങ്കിൽ എടുത്തിട്ട് മാറ്റി വേറെ രീതിയിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളല്ലെങ്കിൽ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു റഫായിട്ടൊരു ബോട്ടിൽ വെറുതെ ചെയ്ത് നോക്കിയിട്ടോ ഒറിജിനൽ ചെയ്തെടുത്താലും മതി. ഞാനെപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കും എങ്ങനെയാണ് വരേണ്ടതെന്ന്. പിന്നെ നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നോക്കുന്നതാണ്. ഭംഗിയായില്ലെങ്കിൽ എടുത്ത് മാറ്റുന്നു, അടുത്ത രീതിയിൽ ഒട്ടിച്ച് നോക്കുന്നു. അങ്ങനെ ഭംഗി ആവുന്നത് ഏതാണെന്ന് വെച്ചാൽ അതിൽ ഫിക്സ് ആവുന്നു. ഇനി ഇതുപോലെ ഫോട്ടോയ്ക്ക് ചുറ്റും ഇതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത ഒരു ഫ്രെയിം മോഡലിൽ ചെയ്തെടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വള്ളികളൊക്കെ ഉണ്ടാക്കി അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലീവ്സ് വേണം. ലീവ്സ് ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, ഇതുപോലെ ലീവ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
അങ്ങനെ വള്ളികളും ഇലകളൊക്കെ നമ്മൾ ഉണ്ടാക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. കുഞ്ഞു കുഞ്ഞേ റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഒരു കാര്യം വിട്ടുപോയിട്ടോ, നമ്മൾ ക്ലേ യൂസ് ചെയ്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ടാൽക്കം പൗഡർ യൂസ് ചെയ്യുക ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. കയ്യിലായാലും അതുപോലെ എവിടെയാണോ നമ്മൾ ഉണ്ടാക്കുന്ന സർഫസിലും കുറച്ച് ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്താലും ഒട്ടിപ്പിടിക്കില്ല. ഞാൻ മുമ്പത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാനപ്പോൾ ഈ ക്ലേ മോഡലിങ്ങിലൊന്നും അത്ര എക്സ്പേർട്ട് അല്ല കേട്ടോ. നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ല, റോസായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ്, ആദ്യം ഞാൻ 10 ഫ്ലവേഴ്സാണ് ഉദ്ദേശിച്ചിരുന്നത്. 10 ഫ്ലവേഴ്സ് തന്നെയാണ് ആദ്യം ഒട്ടിച്ചെടുത്ത് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് അത് പോരാന്ന് തോന്നിയിട്ട് വീണ്ടും ഉണ്ടാക്കി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോരോ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 10 ഫ്ലവേഴ്സ് ഉണ്ടാക്കി ഇതുപോലെ ഒട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് നമ്മൾ 10 എണ്ണമാണ് ഒട്ടിച്ചെടുത്തത്. ഇതുപോലെയൊക്കെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ലൈറ്റ് പിങ്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഡാർക്ക് പിങ്കാണുള്ളത്. അതിൽ കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്ത് ഈ ഒരു ഷെയ്ഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്ലവേഴ്സിന് മുഴുവൻ അടിച്ചു കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ ലീവ്സിനും വള്ളികൾക്കൊക്കെ ഗ്രീൻ കളർ കൊടുക്കാൻ പോവാണ്. ഇത് കീപ് സ്മൈലിംഗ് അക്രിലിക് കളേഴ്സാണ് കേട്ടോ അതിൻ്റെ കമ്പനി. ഈ ഗ്രീൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. ഒരു ഭയങ്കര ഫ്ലൂറസൻ ഗ്രീനായെന്ന് പറയാം. ഇത് നല്ലതാണ്, പക്ഷേ ഈ ഒരു വർക്കിന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു ഇടിവെട്ട് കളറായിപ്പോയി. ആ ഗ്രീൻ മാത്രം എടുത്ത് കാണിക്കുക. അത് പിന്നെ നമ്മൾ മാറ്റുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മൾ ഫ്ലവേഴ്സിന് ഫെവിക്രിലിൻ്റെ പേൾ മെറ്റാലിക് കളേഴ്സിൽ സിൽവർ എടുത്തിട്ട് ജസ്റ്റ് ഒരു ഷൈനിങ്ങിന് വേണ്ടി മേലെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഈ കളേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഞാൻ കുറച്ച് ഗോൾഡൻ കളർ എടുത്തിട്ട് പേൾ മെറ്റാലിക് കളേഴ്സിൽ ഗോൾഡൻ എടുത്തിട്ട് ലീവ്സിൻ്റെയൊക്കെ മേലെയും വള്ളികളുടെ മേലെയും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ബോട്ടിൽ ആർട്ട് ഞാൻ ഇങ്ങനെ ഫിനിഷ് ചെയ്തതായിരുന്നു. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ കുറേ പച്ച കളറായിട്ട് മാത്രമായിട്ട് തോന്നാം. ഫ്ലവേഴ്സ് വളരെ കുറവ്, അങ്ങനെ എന്തൊക്കെയോ പോരായ്മകൾ. അപ്പോൾ ഞാൻ വീണ്ടും കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കി. അതുപോലെ നമ്മുടെ സ്റ്റെമ്മൊക്കെ വള്ളികളൊക്കെ വൈറ്റാക്കി കൊടുത്തു നോക്കി. നമുക്ക് ആ പർപ്പിളൊന്ന് എടുത്ത് കാണണം, അതുപോലെ ഫോട്ടോ എടുത്ത് കാണണം. ഫ്ലവേഴ്സിനൊക്കെ ഞാൻ ഡാർക്ക് പിങ്ക് അടിച്ചു കൊടുത്തു നോക്കി. അതുപോലെ വൈറ്റും എനിക്ക് ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാൻ അക്രിലിക് കളേഴ്സിൽ സാപ്പ് ഗ്രീൻ എടുത്തിട്ട്, ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സാണ് കേട്ടോ, അതിൽ സാപ്പ് ഗ്രീൻ എടുത്തിട്ട് നമ്മുടെ വള്ളികളൊക്കെ സാപ്പ് ഗ്രീൻ അടിച്ച് നോക്കി. അപ്പോൾ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് തോന്നി. ഫ്ലവേഴ്സ് ഡാർക്ക് പിങ്കും ആക്കി. അങ്ങനെയൊക്കെ ചെയ്തു വന്നപ്പോൾ നമ്മുടെ ആ പർപ്പിൾ കളറും അതുപോലെ ഫോട്ടോ ഒക്കെ കുറച്ചും കൂടി ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, സാപ്പ് ഗ്രീൻ ആക്കി, ഫ്ലവേഴ്സ് ഡാർക്ക് പിങ്കും. ഇപ്പോഴല്ലേ കുറച്ചും കൂടി ഒരു ബെറ്റർ ലുക്കായത്. ഫ്ലവേഴ്സ് കുറച്ചും കൂടി ആയപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയായി. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ മേലെ സിൽവർ കളറ്, പേൾ മെറ്റാലിക്കിൽ സിൽവർ കളർ അടിച്ചു കൊടുത്തു. ഇനി ലീവ്സും അതുപോലെ വള്ളികളൊക്കെ നമ്മുടെ ഗോൾഡൻ കളർ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. മുമ്പ് ചെയ്തിരുന്നു, ഇപ്പോൾ വീണ്ടും സാപ്പ് ഗ്രീൻ ആക്കിയപ്പോൾ അതൊക്കെ പോയി. അതിൻ്റെ മേലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല, ഈ സാപ്പ് ഗ്രീൻ കളർ തന്നെയാണ് കൂടുതൽ ഭംഗി. നല്ലൊരു ആൻറ്റിക് ലുക്ക്, ഒരു റോയൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്നതാണ്.
നമ്മൾ ബോട്ടിൽമേയും കുറച്ച് ഗോൾഡൻ അല്ല കേട്ടോ, ഇത് ബ്രോൺസ് ആണ്. കോപ്പർ, ബ്രോൺസ്, ഗോൾഡൻ, സിൽവർ, ഇതാണ് നമ്മൾ മെറ്റാലിക് കളേഴ്സിൽ എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ്സ്. അപ്പോൾ അതിൽ ബ്രോൺസ് എടുത്തിട്ട് ഞാനിതുപോലെ അവിടെ ഇവിടെ ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആൻറ്റിക് ലുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടുള്ള ബോട്ടിൽ ആർട്ട്. എൻ്റെ ക്യാപ്പ് ഉണ്ട് ബോട്ടിലിൻ്റെ, അപ്പോൾ അതും കൂടി ഞാൻ ഈ ബ്രൗൺസ് കളറ് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിം മോഡൽ ബോട്ടിൽ ആർട്ട് ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇപ്പോഴല്ലേ ഒരു ലുക്കായത്, ഫ്ലവേഴ്സ് കൂടുതലായി, അതുപോലെ ഗ്രീൻ കളറൊക്കെ മാറ്റിയപ്പോൾ ആ പർപ്പിളും പിങ്കും ഇപ്പോൾ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് നമുക്ക് വാർണിഷും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുറേ നാളിങ്ങനെ നല്ല ഷൈനിങ്ങോട് കൂടി നല്ല ഭംഗിയായിട്ട് ഇരുന്നോളൂ. ക്ലിയർ വാർണിഷാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ മെറ്റാലിക് കളേഴ്സ് ഇല്ലെങ്കിലും വാർണിഷ് അടിച്ചു കഴിയുമ്പോൾ നല്ലൊരു ഷൈനിങ് ആണ്. പിന്നെ മെറ്റാലിക് കളേഴ്സ് ആകുമ്പോൾ നമുക്കൊരു ആൻറ്റിക് ലുക്കിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇതാ ഫിനിഷ് ആയി കഴിഞ്ഞു. ആർക്കെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്ത് ഗിഫ്റ്റായിട്ട് കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ബോട്ടിലാട്ടായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരെ നിങ്ങളോട് ബായ് പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.